വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്നവർക്കായി സൗഹൃദ കൂട്ടായ്മയൊരുക്കി ടോക്കിംഗ് പാർലറുകൾ. കഥ പറച്ചിലും പാട്ടുമൊക്കെയായി അല്പനേരം വിരസത ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ആലപ്പുഴയിൽ ആരംഭിച്ച പദ്ധതി വിജയമായതോടെ ടോക്കിംഗ് പാർലറുകൾക്ക് പ്രചാരമേറുകയാണ്. കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലേ കതിരു കാണാക്കിളി കാർത്തിക സന്ധ്യയിൽ. കൂട്ടത്തിൽ റിട്ടയർഡ് പോലീസുകാരനും രജിസ്ട്രാറും കർഷകരുമുണ്ട്. പോയ കാലത്തിന്റെ കഥ പറച്ചിലാണ് പ്രധാന പരിപാടി. ജീവിതത്തിന്റെ ഏറിയ പങ്കും ജോലിയും കുടുംബവുമായി മുന്നോട്ടു പോയി ഒടുവിൽ വാർദ്ധക്യത്തിലെ വിരസതയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണിത്. മക്കളുണ്ട്, 2 പെൺപിള്ളേരെ, 2 പേരെയും കല്യാണം കഴിച്ചു വിട്ട്, ഒരാളെ അമ്പലപ്പുഴ, ഒരാളെ കരിമാടി ഭജനമണ്ഡപം എന്ന് പറയും. ഒറ്റയ്ക്കാണ്. ആഴ്ചയിൽ 1 മണിക്കൂർ എവിടെയെങ്കിലും ഒത്തുകൂടും. വാർത്തകൾ ചർച്ച ചെയ്യും, പഴയ ഓർമ്മകൾ വീണ്ടെടുക്കും, ആരോഗ്യപരമായ പരിഹാസങ്ങൾ. ഒരുമിച്ച് പാട്ടുകൾ പാടി സന്തോഷത്തോടെ പിരിയുന്നു. എല്ലാവരും കൂടുമ്പോൾ ആ വേദിയിൽ കൂടാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്കൊരിടത്ത് പോകത്തില്ല. എല്ലാവരുടെയും കൂടാണെങ്കിൽ വരും. പാടത്ത് ഞങ്ങൾ ഇഷ്ടം പോലെ പാടും. പിന്നെ നടിച്ചിൽ, കളവറി, ഇതിനൊക്കെ നമ്മൾ പാട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വേലപ്പാട്ടാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി. ഇപ്പോൾ ഒരു 30 വർഷമായി അങ്ങോട്ട് ഈ പാട്ടില്ലാതായി. അപ്പോൾ ഈ മറന്നു പോണത്. ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ടോക്കിംഗ് പാർലറിന് ഇത് ഞാൻ പോയത് എൻ്റെ ഭർത്താവിന് വയ്യാതെ വന്നപ്പോൾ ഞങ്ങൾ ഒന്ന് പെട്ടെന്ന് ഇവരെ ആവശ്യം വന്നു. അങ്ങനെ ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇവരോട്ട് ഞാൻ വന്ന് നോക്കി അതിന് വീഴുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അന്ന് മുതൽ ഇവരുടെ ഒരു ഭാഗമായി ഞാനും. എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് 1 മണിക്കൂർ സമയം. മക്കൾ വിദേശത്തേക്കോ ജോലിക്കായി ദൂരസ്ഥലങ്ങളിലേക്കോ മാറുന്നതോടെയാണ് വീടുകളിൽ ഇവർ ഒറ്റയ്ക്കാവുന്നത്. പലപ്പോഴും ഈ ഒറ്റപ്പെടൽ മറവി രോഗത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്ന കണ്ടെത്തലാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കമായത്. കേരളത്തിലെ വാർദ്ധക്യം ഇന്ന് തികച്ചും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. ഇവർ രാത്രി കഴിക്കേണ്ട മരുന്ന് അത് രാവിലെ കഴിക്കുന്നു, രാവിലെ കഴിക്കേണ്ട മരുന്ന് രാത്രി കഴിക്കുന്നു. അപ്പോൾ ഈ രാത്രി കഴിക്കേണ്ട മരുന്ന് കൂടുതലും സെഡേഷൻ ഉള്ളതായിരിക്കും. അപ്പോൾ ഈ സെഡേഷനുള്ള മരുന്നുകൾ രാത്രി കഴിക്കേണ്ട മരുന്നുകൾ രാവിലെ കഴിക്കുന്നതുകൊണ്ട് മയങ്ങി ആലസ്യത്തിലാണ് വീടുകളിൽ ചെല്ലുമ്പോൾ കിടക്കുന്നത്. പലരും ഇന്ന് ഈ ഒറ്റപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ കാലക്രമത്തിൽ അവർ വിഷാദ രോഗത്തിലേക്ക് കടക്കുന്നു, ഡിമെൻഷ്യയിലേക്ക് കടക്കുന്നു. ഇവരുടെ മനസ്സുകളെ ഒന്ന് ഉത്തേജിപ്പിച്ച് അവരുടെ മനസ്സിനൊന്ന് ഉണർവുണ്ടാക്കിയെടുത്തിട്ട് അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ടോക്കിംഗ് പാർലർ എന്ന ആശയം ഞാൻ രൂപീകരിക്കുന്നത്. അങ്ങനെ അത് പഴവീട്ടിലാണ് ആദ്യം തുടങ്ങുന്നത്. വിദേശ രാജ്യങ്ങളിൽ മുൻപ് തന്നെ ഇത്തരം ടോക്കിംഗ് പാർലറുകളുണ്ട്. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ ആലപ്പുഴയിൽ ആരംഭിച്ച പദ്ധതിക്ക് കൂടുതൽ ജില്ലകളിലേക്ക് പ്രചാരം ഏറി വരുന്നുണ്ട്. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന കൂടി നമ്മൾ അനുഭവിക്കാറുണ്ട്. അത്തരം ഒറ്റപ്പെടലിന് ഒരു പരിഹാരമാവുകയാണ് ഇത്തരം ടോക്കിംഗ് പാർലറുകൾ. ആലപ്പുഴയിൽ നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.